എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversity.ac.in/fyugp 2025/ എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ 16/6/2025. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അതുപോലെ പാസ്വേഡ് മറന്നു പോയവർക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, അത് ഇപ്പോൾ കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറാണോ അല്ലെങ്കിൽ പാസ്വേഡാണോ മറന്നുപോയത്, ഏതാണ് മറന്നുപോയത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബാക്കിയുള്ള സ്റ്റെപ്പിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു റിസൾട്ട് പരിശോധിക്കാം നോക്കാം. ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ എത്തുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. അതുപോലെ തന്നെ അതില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഏത് കോളേജിലാണ്, അതായത് അലോട്ടഡ് കോളേജ് അതുപോലെ തന്നെ അലോട്ടഡ് കോഴ്സ് എന്നിവ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ അതായത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ ഏതെങ്കിലും വിവരങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ 4 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് നമുക്ക് ഇതിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാം. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ വിവരങ്ങൾ, അതായത് 16/6/2025 ഉച്ചയ്ക്ക് 12:30 വരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കോഴ്സാണ് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഓരോ കോളേജിലെയും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ, അതായത് ആ ഒരു ഏറ്റവും ലാസ്റ്റ് ആ ഒരു കോളേജിൽ ആ ഒരു കോഴ്സിന് ഇന്ന വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതായത് ഇവിടെ വിവിധ കാറ്റഗറി കൊടുത്തത് കാണാം. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ ഇപ്പോൾ ജനറൽ ആണെങ്കിൽ ജനറൽ വിഭാഗത്തിൽ ആ ഒരു ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളിപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ഞാനിപ്പോൾ BA ഇംഗ്ലീഷ് ഹോണേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ BA ഹിന്ദി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനു കൂടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കോഴ്സിനൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതും, അതിനുശേഷം നിങ്ങൾ ഏത് കോളേജിലാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി തിരിച്ചുള്ള റാങ്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലും നിങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത് ആ ഒരു കാറ്റഗറിയിലെ ആ ഒരു റാങ്ക് കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റാങ്കിൽ ലാസ്റ്റ് റാങ്ക് എത്രയാണ് അതുപോലെ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയെന്നുള്ളത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടണമെന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ അപേക്ഷ നാളെ വൈകുന്നേരം വരെ, അതായത് നാളെ വൈകുന്നേരം 4 മണി വരെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത് ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിശ്ചിതമായിട്ട് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാളെ വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വൈകുന്നേരം ചിലപ്പോൾ 5 മണി വരെയൊക്കെ ആയിരിക്കും ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. 18-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം 19, 20, 21, 23 തീയതികളായിട്ടാണ് നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ
ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്തിനാണ് നോക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണോ അത് നിങ്ങളുടെ ആ ഒരു റാങ്ക് എത്രയാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ആ ഒരു റാങ്കിൻ്റെ അടുത്ത് ഇവിടെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റോ മറ്റോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.